ചങ്ങായിമാരെ കേട്ടോളി. ഇയാൾ ഇരിക്കണത് കണ്ടോ? ഇയാൾ ഇരുന്ന് മൂടി പോച്ചിട്ടിരുന്ന് കയ്യില് ഗുളികയൊക്കെ വെച്ചിട്ടിരിക്കണത് പനിയായിട്ടല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കൊൽക്കത്തയിൽ പിടിച്ചതാണ് കേട്ടോ. അപ്പൊ അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവര്, ദൂരെ യാത്ര ചെയ്യുന്നവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അവര് നമുക്ക് തരുന്ന മിഠായി, അതുപോലെ എന്തിലെങ്കിലും അവർ ഈ കാണുന്ന ഗുളിക ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അവര് നേർപ്പിച്ചൊരു പശ പോലെ ആക്കി അതിന്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ യാത്രക്കാർക്ക് കൊടുക്കുക. നമ്മളെപ്പോലുള്ള ആളുകൾ ദൂരെ യാത്ര ചെയ്യുന്നവരുടെ കയ്യിലേക്ക് ഈ സാധനം തിന്ന് നമ്മളത് കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? തളർന്നു വീഴും. തളർന്നു വീഴാന്ന് പറഞ്ഞാൽ നമ്മൾ മയക്കത്തിൽ പെടും. മയക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും പേഴ്സും എല്ലാ സാധനങ്ങളും അവർ അടിച്ചോണ്ട് പോകും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇപ്പൊ പുതിയൊരു ടെക്നിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് പുതിയൊരു തട്ടിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോ അടുത്ത മാസം റമദാനൊക്കെയാണ് വരുന്നത്. അപ്പൊ ആ റമദാനൊക്കെ വരുന്നോണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരക്കല്ലേ, കാരക്കയുടെ ഉള്ളില് കാരക്ക പൊളിച്ചിട്ട് ഈ സാധനം ഇവരിതിങ്ങനെ എടുത്തിട്ട് തേക്കാണ്. അതിന്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് എന്താ കേട്ടാ, ആ കുരു തന്നെ അതിന്റെ ഉള്ളിൽ വീണ്ടും വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ അവര് മടക്കും. നല്ല രീതിയിൽ അതേപോലെ കണ്ടോ, അതുപോലെ തന്നെ വെച്ചിട്ട് ഈ സാധനം ഒരു മടക്കിയിട്ട് ഒരു കയ്യില് പിടിക്കും. എന്നിട്ട് സാധാരണ നമ്മൾ ഈ ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ എന്താവും, ഓർക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും അടുത്തിരിക്കുന്ന ഒരാള് നമ്മളെ നോട്ട് ചെയ്തിട്ട് ഇയാളെന്നെ നമുക്കൊരു കാരക്ക തരികയാണെങ്കിൽ, ചിലപ്പോ നമ്മൾ ആ ഒരു സമയത്ത് ഇത് പ്രമാണിച്ച് നമ്മൾ ആ സാധനം എന്ത് ചെയ്യും, ആ സാധനം എടുത്ത് നമ്മള് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താവും, നമ്മൾ മയങ്ങി വീഴും. നമ്മുടെ സാധനങ്ങളും എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ദൂരെ യാത്ര ചെയ്യുന്നവരും എല്ലാവരും, എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, എന്തായാലും ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.